നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നവോത്ഥാന സംരക്ഷണ സമിതിയുമായുള്ള സഹകരണം നിർത്തിവെക്കാൻ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന സമിതി യോഗത്തിന്റെ തീരുമാനം. സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ സാമുദായിക സൗഹാർദ്ദത്തെ തകർക്കുന്നതാണ് എന്ന് യോഗം ആരോപിച്ചു. വസ്തുതാവിരുദ്ധവും ജനങ്ങൾക്കിടയിൽ ചിത്രത വളർത്തുന്നതുമായ പ്രസ്താവനയാണ് നവോത്ഥാന സംരക്ഷണ സമിതി അധ്യക്ഷൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അസീസ് മൗലവി വ്യക്തമാക്കി. ഇടത് വലത് മുന്നണികളിൽ അതിരുവിട്ട മുസ്ലിം പ്രീണനം നടത്തുകയാണ് എന്ന വിമർശനവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു. ഈ പ്രസ്താവനയുണ്ടാക്കിയ വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. SNDP മുഖമാസികയായ യോഗാനന്ദത്തിന്റെ എഡിറ്റോറിയലിൽ ഉൾപ്പെടെ വെള്ളാപ്പള്ളി ഇടത് വലത് മുന്നണികൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് മുന്നണികൾക്കുണ്ടായ പരാജയം മുസ്ലിം പ്രീണനം കാരണമാണ് എന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചത്. പിണറായി സർക്കാർ മുസ്ലിങ്ങൾക്ക് അനർഹമായ എന്തെല്ലാമോ വാരിക്കോരി നൽകുന്നുവെന്നും വെള്ളാപ്പള്ളി ആക്ഷേപിച്ചിരുന്നു. കേരളത്തിൽ നിന്ന് ഒഴിവ് വന്ന 3 രാജ്യസഭാ സീറ്റുകളും മുന്നണികൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ മൗനം പാലിക്കുകയാണ്. താൽക്കാലിക നിയമനം എന്ന മറവിയിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ലാതെ നടത്തുന്ന നിയമനങ്ങൾ കേരളത്തിലെ സംവരണ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് എന്നും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് പറഞ്ഞു. തൊഴിൽ മേഖലകളിൽ ഓരോ സമുദായത്തിന്റെയും പ്രാതിനിധ്യം സംബന്ധിച്ച് സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കണമെന്നും കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. പ്രസ്താവനയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പോലീസ് സ്വമേധയാ കേസെടുക്കണമെന്ന ആവശ്യവുമായി കാന്തപുരം വിഭാഗം രംഗത്തെത്തിയിരുന്നു. മുഖപത്രമായ സിറാജിലെ ലേഖനത്തിൽ ഉണ്ടായിരുന്നു ഈ വിമർശനം. ഇടത് സർക്കാരിന്റെ നവോത്ഥാന സമിതിയിൽ നിന്ന് വെള്ളാപ്പള്ളിയെ പുറത്താക്കണമെന്നും ആവശ്യത്തിൽ പറയുന്നുണ്ട്.